ഹായ് എവരി വൺ, ഐപസ് ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിസർച്ച് അസിസ്റ്റൻറ്റിനകത്ത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + x + y + xy. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കണം നമുക്ക്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എങ്ങനെ കാണാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തഡോ എക്സാക്ട് ഇക്വേഷൻസ് ആണെങ്കിൽ അതിൻ്റെ മെത്തഡോ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ മെത്തഡോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പം തന്നെ നമുക്ക് മിക്കവാറും ഇത് വേരിയബിൾ സെപ്പറബിളായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ട്. കാരണം 1 + x ഒക്കെ ഉണ്ടോ, എക്സ് കോമൺ എടുത്ത് വൈ കോമൺ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഇത് കാണുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിപ്പോൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു ഫോമിലല്ല അല്ലേ. dy ബൈ ഡി എക്സ് + p ഓഫ് എക്സ് y = q ഓഫ് എക്സ് ആ ഫോമിലല്ല. പിന്നെ എക്സാക്റ്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും, എക്സാക്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. അങ്ങനെയാണെന്ന് വരും. അല്ലെങ്കിൽ നമുക്കിത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് തന്നെയാണോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + x പ്ലസ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് രണ്ടിനകത്തുനിന്നും y അങ്ങ് കോമൺ എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 1 + x എന്ന് വരും. ഈ 1 + x ഇവിടെ കിടക്കട്ടെ. 1 + x + y × 1 + x. ഇനി ഈ രണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് 1 + x കോമൺ എടുക്കാം. 1 + x ഇൻറ്റു ഇവിടെ എന്താണ് കോഎഫിഷ്യൻറ്റ് 1 അല്ലേ, അതെഴുതി. ഇതിൻ്റെ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് y ആണ്. ഓക്കെ, സോ ഇവിടെ 1 + x ഇവിടുന്ന് 1 + x കോമൺ എടുത്തപ്പോൾ ഇത് രണ്ട് ടേംസ് ആയിട്ട് കണ്ടുകൊണ്ട് കോമൺ എടുത്തപ്പോൾ ഇവിടെ 1 ആണ് കോഎഫിഷ്യൻറ്റ് പ്ലസ് ഇവിടെ y ആണ്. സോ 1 + y നമ്മൾ എഴുതി. ഓക്കെ, അതായത് ഇവിടെ dy ബൈ ഡി എക്സ് തന്നെയാണ്. അതായത് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + x ഇൻറ്റു 1 + y എന്ന് വന്നു. ഓക്കെ, ഇപ്പോൾ 1 + x എക്സിൻ്റെ ടേമായി, 1 + y വൈയുടെ ടേമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ആയിട്ട് മാറ്റാം ഇതിനെ. അതായത് dy യുടെ അടുത്തോട്ട് നമുക്ക് വൈയുടെ കൊണ്ടുവരാം ഫംഗ്ഷൻ, അതുപോലെ എക്സിൻ്റെ അടുത്തോട്ട് ഡി എക്സിൻ്റെയും വേരിയബിൾ സെപ്പറബിൾ വന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ dy ബൈ 1 + y ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 + x dx. ഇനി ഇതെന്താണ്? 1/1 + y dy. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താ? log of 1 + y ആണ് അല്ലേ. കാരണം 1 + yയുടെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഡിനോമിനേറ്ററായ 1 + yയുടെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിലുള്ളത്. സോ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് log 1 + y എന്ന് വരും അല്ലേ. log 1 + y ഈക്വൽ ഇവിടെ എന്താ വരുന്നത്? 1 dx എന്താ വരുന്നത്? എക്സ് ആ വരുന്നത് അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് അല്ലേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ എക്സ് വരും പ്ലസ് ഇവിടെ പ്ലസ് ഇൻ്റഗ്രൽ x dx x² പ്ലസ് ചെയ്യുന്നു വരും. അതിൻ്റെ ആൻസർ ഉണ്ടോ നമുക്ക്? log 1 + y ഈക്വൽ ടു x + x² പ്ലസ് c അല്ലേ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. മനസ്സിലായോ? പ്രീവിയസ് ആയിട്ട് ഒരു തവണ ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 + x + y + xy. സോ 1 + x പ്ലസ് എന്ത് ചെയ്തു? നമ്മൾ ഇതിനകത്തുനിന്ന് ആദ്യം y കോമൺ എടുത്തു, ഇതിൽ വീണ്ടും 1 + x കോമൺ എടുത്ത് ഇങ്ങനെ എഴുതി വേരിയബിൾ സെപ്പറബിൾ ആക്കി. അതായത് വൈയുടെ അടുത്തോട്ടും എക്സിൻ്റെ അടുത്തോട്ടും കൊണ്ടുവന്നിട്ട് ഡി എക്സിൻ്റെ അടുത്തോട്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമുക്ക് ലോഗ് മാറ്റണമെങ്കിൽ നമുക്ക് റേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻസിനത് കാണുന്നില്ല, ലോഗിൽ തന്നെയാണ് കിടക്കുന്നത്. സോ ഇങ്ങനെ തന്നെ മതി നമുക്ക് കേട്ടോ. ഇനി ഇത് റേസ്റ്റ് എന്നാണ് ഓപ്ഷൻസിലുള്ളതെങ്കിൽ ബോത്ത് സൈഡ്സിൽ നമ്മൾ ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കണം, റേസ്റ്റ്. അപ്പോൾ ഇവിടെ റേസ്റ്റ് അപ്പോൾ ലോഗ് പോകും. 1 + y ഈക്വൽ ടു റേസ്റ്റ് x + x² പ്ലസ് c എന്നൊക്കെ വരും. അങ്ങനെ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ അങ്ങനെ ഇല്ല. സോ നമുക്ക് ഇവിടെ അത് സ്റ്റോപ്പ് ചെയ്യാം. ലോഗ് 1 + y ഈക്വൽ ടു x + x² പ്ലസ് c എന്നായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 1 - x ബൈ y ഈസ് എ. നമുക്കിൻ്റെ ജനറൽ സൊല്യൂഷൻ ആണ് കാണേണ്ടത്.
ഓപ്ഷൻസിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ സൊല്യൂഷനായിട്ടല്ല കൊടുത്തിരിക്കുന്നത്, പകരം സൊല്യൂഷൻ കണ്ടതിന് ശേഷം അത് ഏത് ഫോമിലാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് എ ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ അറ്റ് 0 0 അല്ലേ? ഫാമിലി ഓഫ് സർക്കിൾസ് അറ്റ് സെൻറ്റർ 0 0, എ ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ 0 1, ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ 1 0, ആൻഡ് ഫാമിലി ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 -1. ഓക്കെ, അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആദ്യം നമുക്ക് ഡിറൈവ് ചെയ്തുകൊണ്ട് വന്നിട്ട് നോക്കാം അതെന്താണെന്നുള്ളത്. അപ്പോൾ എന്താണേലും ഫാമിലി ഓഫ് സർക്കിൾസ് ആണ് കിട്ടുന്നതെന്ന് മനസ്സിലായി. അതിന് സെൻറ്റർ എങ്ങനെ വരും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി സൊല്യൂഷൻ ഒന്ന് കണ്ടുപിടിക്കാം. സിക്സ്ത് പ്രോബ്ലം എല്ലാവരും dy by dx equal to 1 minus x by y. നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y ഇൻറ്റു dy ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു y ഇൻറ്റു dy, വേരിയബിൾ സെപ്പറേറ്റ് തന്നെ ചെയ്തു. y ഡിവൈഡ് എടുത്തോട്ടും എക്സിനെ ഡി എക്സിൻ്റെ എടുത്തോട്ടും കൊണ്ടുവന്നു. കാരണം സെപ്പറേറ്റ് ഫംഗ്ഷൻസ് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് അങ്ങനെ കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ. y ഇൻറ്റു dy ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്, ഇനി രണ്ട് സൈഡ്സും നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രൽ y dy ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 മൈനസ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ y dy എന്താണ്? y²/2 ആണ് അല്ലേ? y²/2. നമുക്കറിയാം ഇൻറ്റഗ്രൽ ഓഫ് x⁻n എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. ഇവിടെ 1 ആണ് പവർ വന്നിരിക്കുന്നത്. സോ y⁻1+1 2/2 ആണ് വരുന്നത്. ഈക്വൽ ടു ഇതെന്ത് വരും? നമുക്ക് സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? 1ഉം എക്സും. 1 dx എന്ന് പറയുന്നത് എക്സ് ആണ്, എക്സിൻ്റേത് x²/2 ആണ്. പ്ലസ് സി കോൺസ്റ്റൻ്റ് കൂടെ കൊടുക്കാം. ഇതെന്ത് വരും? x - x²/2 പ്ലസ് സി എന്ന് വന്നു. ഇനിയും ഞാനിവിടെ എൽ സി എടുക്കാൻ പോവാണ് 2-ൻ്റേത്. y²/2 അതേപോലെ തന്നെ നിൽക്കട്ടെ. എൽ സി എടുത്താൽ എന്ത് വരും? 2x - x² പ്ലസ് 2c/2. 2x - x² പ്ലസ് 2c/2. ഇനി ഞാൻ ഈ 2ഉം 2ഉം കൂടെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എൽ സി ഒക്കെ എടുത്തത്. ഓക്കെ, ഇനി ഞാൻ ഈ y²ൻ്റെ അടുത്തോട്ട് ഇതിനെല്ലാം കൊണ്ടുവരാൻ പോകണേ. y² പ്ലസ് x² മൈനസ് 2x മൈനസ് 2c മൈനസ് 2x മൈനസ് 2c. അതിപ്പോൾ കോൺസ്റ്റൻറ്റ് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പ്ലസ് 2c എന്നിട്ടാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതങ്ങനെ എടുക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ച് സി ആണ്. അപ്പോൾ സി മാറുന്നതിന് ഞാനിപ്പം മൈനസ് 2c ഞാനിപ്പോൾ വേറൊരു c1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, പ്ലസ് മൈനസ് പ്രശ്നമല്ല. പ്ലസ് 2c = 0. ഇനിയും ഒന്ന് ഓർഡർ ചെയ്ത് എഴുതാം. x² പ്ലസ് y² മൈനസ് 2x. ഇനി നമുക്ക് ഫാമിലി ഓഫ് സർക്കിൾസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സർക്കിൾസിൻ്റെ ഒരു ഫോമുലയിലേക്ക് ജനറൽ ഫോമിലേക്ക് നമുക്ക് എത്തിക്കണം. എന്താണ് സർക്കിൾസിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ 0 0 0 0 എന്ന് പറയുന്നത് സെൻറ്ററും 6 റേഡിയസും വരുന്ന ഒരു സർക്കിളിൻ്റെ ഫോമുല എന്താണ്? ജനറൽ ഫോമുല എന്താണ്? x² പ്ലസ് y² = r² എന്നാണ് അല്ലേ? x² പ്ലസ് y² = r². ഇത് സെൻറ്റർ ഒറിജിനാണ് കേട്ടോ 0 0. അല്ലെങ്കിൽ സെൻറ്റർ x0 അല്ലെ y0 വരുന്ന ഒരു സർക്കിൾസിൻ്റെ എന്താണ്? റേഡിയസ് 6ഉം വരുന്ന ഒരു സർക്കിളിൻ്റെ ഫോമുല എന്താണ്? x - x0² പ്ലസ് y - y0² r² എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിലേക്ക് ഇതിനെ എത്തിക്കണം. ഇവിടെ ഒരു x ഒക്കെ കിടപ്പുണ്ട്. ഇവിടെ ഒരു -2x ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ആഡ് ചെയ്തുകൊണ്ട് വന്നാൽ നമുക്ക് ഒന്നിനെ ഒരു സ്ക്വയർ ഫോമിലോട്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെ ഇവിടെ -2x ആണ്. അപ്പോൾ ഞാനൊരു +1ഉം -1ഉം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതായത് x² പ്ലസ് y² മൈനസ് 2x പ്ലസ് 1 മൈനസ് 1 പ്ലസ് 2c = 0 എന്ന് എഴുതി. എന്നിട്ട് ഇതിനാണ് x² മൈനസ് 2x പ്ലസ് 1 ഇത് ഒന്നായിട്ട് കണ്ടു പ്ലസ് y² 2c മൈനസ് 1 = 0.
ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതരുതോ? ഇതിനെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിനെ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2c മൈനസ് 1. കാരണം ഇത് ഞാൻ ഒന്നിച്ചെഴുതി, കാരണം എല്ലാം കോൺസ്റ്റൻറ്റാണ്. 2cയും കോൺസ്റ്റൻറ്റാണ്, 1ഉം കോൺസ്റ്റൻറ്റാണ്. സോ കോൺസ്റ്റൻറ്റിനെ ഞാൻ ഒന്നിച്ചെഴുതി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 2c. ഓക്കെ, 1 മൈനസ് 2c എന്ന് ഞാൻ എഴുതിയെന്ന് വെച്ചോ. ഈക്വൽ ടു 1 മൈനസ് 2c. ഇത് അപ്പുറത്തോട് കൊണ്ടുപോയതാണ് കേട്ടോ. 1 മൈനസ് 2c ആക്കി. ഇത് നോക്കിക്കേ, ഇപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ ഫോമിലായില്ലേ, സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഫോമിലായില്ലേ. എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. നോക്കിയിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വരുമെന്നേ ഉള്ളൂ അല്ലേ, റൂട്ട് വരുമെന്നേ ഉള്ളൂ. ഇത് ആർ സ്ക്വയർ ആ ഫോമിലായി നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ ഫോമിലായി. സർക്കിളിൻ്റെ ഫോമിലാക്കിക്കൊണ്ട് വരാൻ വേണ്ടി നമ്മളൊരു +1 -1 കൂടെ ആഡ് എക്സ്ട്രാ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാലേ അത് ഫാമിലി ഓഫ് സർക്കിൾസിൻ്റെ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളായിരുന്നു. സോ നമ്മൾ അങ്ങനെ ചെയ്തു. ഇനിയും ഈ സർക്കിളിൻ്റെ ഇതിപ്പോൾ ഇക്വേഷൻ ഓഫ് എ സർക്കിളായി. ഇതിൻ്റെ സെൻറ്റർ പറഞ്ഞേ, ഇതിൻ്റെ സെൻറ്റർ എന്താണ്? നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണ്, ഒറിജിനാണ്. കാരണം അത് ഇങ്ങനെയാണ് വരുന്നത്. എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൈ നോട്ട് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇങ്ങനെയാണല്ലോ. അതായത് എക്സ് നോട്ടും വൈ നോട്ടും ആണ് ഇതിൻ്റെ സെൻറ്റർ വരുന്നത്. റേഡിയസ് 6 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സെൻറ്റർ വരുന്നത്? എക്സ് മൈനസ് 1ഉം ഇവിടെ 0 വല്ലയോ. സോ 1,0 ആണ്. എക്സ് നോട്ടിൻ്റെ സ്ഥാനത്താണ് 1 കിടക്കുന്നത്, വൈ നോട്ടിൻ്റെ സ്ഥാനത്താണ് 0. സോ 1,0 ഈസ് ദ സെൻറ്റർ കേട്ടോ. സെൻറ്റർ റേഡിയസിനെ പറ്റി ഒന്നും ചോദിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ റേഡിയസ് എന്ത് വന്നേനെ? റൂട്ട് ഓഫ് 1 മൈനസ് 2c അല്ലെങ്കിൽ റൂട്ട് ഓഫ് 2c മൈനസ് 1. അത് പ്രശ്നമില്ല, നമ്മുടെ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ റൂട്ട് വരും ഇവിടെ, സ്ക്വയർ ഇല്ലല്ലോ. റൂട്ട് ഓഫ് കോൺസ്റ്റൻറ്റ് വരും ഇവിടെ. നമുക്ക് k എന്ന് കൊടുത്താൽ റൂട്ട് ഓഫ് k ആണ് ഇവിടുത്തെ റേഡിയസ് വരുന്നത്. സെൻറ്റർ വരുന്നത് 1,0 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഓപ്ഷൻസിൽ എന്താണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ 0 0 അല്ല. ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ 0 1 അല്ല. 1ൻ്റെ അവിടെ അല്ല, വൈഡ് അവിടെ അല്ല 1 നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ അറ്റ് 1 0 ഇതാണല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. ഫാമിലി ഓഫ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 -1. ഇനി ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു ഫാമിലി ഓഫ് സർക്കിൾസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഒരു മാറ്റം വരുത്തി വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാർക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഫാമിലി ഓഫ് സർക്കിൾസ് വിത്ത് സെൻറ്റർ 1 0 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th one. Okay. The solution of the differential equation y cube minus 3x square y dx minus x cube minus 3xy square dy equal to 0 is. ഓക്കെ, ഇത് കാണുമ്പം തന്നെ അല്ലേ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പം തന്നെ നമുക്കറിയാം ഇത് ഏത് ഫോമിലാണ്. ഇത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഫോമിലാണ് അല്ലേ. എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് ഇത് ഉള്ളത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പം തന്നെ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഡി എക്സിൻ്റെ കൂട്ടത്തിൽ ഒരു കോഫിഷ്യൻ്റ് എം എന്ന് വിളിച്ചാൽ, ഡി വൈയുടെ കൂട്ടത്തിലുള്ള കോഫിഷ്യൻ്റ് എൻ എന്ന് വിളിച്ചാൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഫോമിലാണ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. സോ നമ്മളെവിടെയാണ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലുള്ളത് പഠിച്ചത്? എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സോൾവിങ്ങിലാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഇത് എക്സാക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. എക്സാക്റ്റ് ആണെങ്കിൽ നമുക്കത് വഴി സോൾവ് ചെയ്യാം. എക്സാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മെത്തേഡുകൾ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതെന്താണെങ്കിലും ഇങ്ങനെ ഈ ഒരു ഫോമിൽ ഇത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈകളുടെ ഫോമിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് എക്സാക്റ്റ് പഠിക്കാനുണ്ടല്ലോ, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലായതുകൊണ്ട് എം ഇത് എൻ ഇത് അല്ലേ, എം ഇത് എൻ ഇതെടുത്ത് നമ്മൾ ആദ്യം പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെ കാണണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് എക്സാക്റ്റ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ എക്സാക്റ്റ് ആക്കി ചെയ്യാനായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് നോക്കാം. എക്സാക്റ്റ് അല്ല എങ്കിൽ എക്സാക്റ്റ് ആക്കി അങ്ങനെ നമുക്ക് ചെയ്യാം, ഫർദർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ കണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്, എക്സാക്റ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
വൈ ക്യൂബ് മൈനസ് 3x² dx മൈനസ് x ക്യൂബ് മൈനസ് y ക്യൂബ് മൈനസ് 3x² dx മൈനസ് x ക്യൂബ് മൈനസ് 3xy² dy ഈക്വൽ ടു 0. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷനാണ് നോക്കുന്നത്. It is of the form, ഏത് ഫോമുല, m dx പ്ലസ് n dy ഈക്വൽ ടു 0 വേർ m ഈക്വൽ, ഇവിടുത്തെ m എത്ര, m എന്ന് പറയുന്നത് ഡി എക്സിൻ്റെ കൂടെയുള്ള ടേം അല്ലേ, ഡി എക്സിൻ്റെ കൂടെയുള്ള ടേമാണ് m. സോ അത് y ക്യൂബ് മൈനസ് 3x² ആണ്. n എത്രയാണ്, എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നാണ് വരുന്നത്. സോ n എന്ന് പറയുന്നത് ഡി വൈയുടെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ആണ്. ഡി വൈയുടെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3xy². മൈനസ് എടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും കേട്ടോ. മൈനസും കൂടി ചേർത്തെടുക്കണം. ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. സോ മൈനസ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് കേട്ടോ. മൈനസ് എക്സ് ക്യൂബ് മൈനസ് 3xy². ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്തത്, എക്സാക്റ്റിൽ നമ്മൾ പഠിച്ചത് എന്താണ്, നെക്സ്റ്റ് നമ്മൾ ഡോ എം ബൈ ഡോ വൈ ചെയ്യും അല്ലേ. ഡോ എം ബൈ ഡോ വൈ, ഡോ എം ബൈ ഡോ വൈ, ഇത് എം ഇത് എൻ. ഓക്കെ, ഇത് വിത്ത്, അതായത് എമ്മിനെ നമ്മൾ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ഇത് 3y² മൈനസ്, ഇവിടെ ഒരു y ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം കോൺസ്റ്റൻ്റ് ആണ്, 3x² എന്ന് വരും. 3y² മൈനസ് 3x². ഓക്കെ, അതായത് y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3y² മൈനസ് y വിത്ത് റെസ്പെക്ട് വൈ അല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 3x² കോൺസ്റ്റൻറ്റ് വരും, 3x² വരും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് n ആണ്. എന്നിനെ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. എമ്മിനെ വൈ വെച്ച് ചെയ്തു, ഇനി എന്നിനെ എക്സ് വെച്ച് ചെയ്യണം. സോ ഇവിടെ നിന്ന് വരും മൈനസ് 3x². ഈ മൈനസ് കേട്ടോ, മൈനസ് ബ്രാക്കറ്റിനുള്ളിലാക്കുകയാണ്. മൈനസ് എക്സ് ക്യൂബിന് ഡെറിവേറ്റീവ് മൈനസ് 3x² ആണ്. ഈ മൈനസ് മൈനസ് കൂടെ അങ്ങ് പ്ലസ് ആയിപ്പോവും. ഈ 3xy² എന്ത് വരും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 3y² എന്ന് വരും, പ്ലസ് 3y². മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും. 3xy² വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3y² എന്ന് കിട്ടും. ഇത് എന്ത് തന്നെയാണ് കിട്ടുന്നത്, 3y² മൈനസ് 3x². 3y² മൈനസ് 3x². ഇത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതായത് ഇവിടെ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് ആണ് കിട്ടിയേക്കുന്നത്. ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. അങ്ങനെ ഡോ എം പാർഷ്യലി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈക്വലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്നാണ് അല്ലേ. ദെയർഫോർ ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എക്സാക്റ്റ്. എക്സാക്റ്റ് ആണെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ എങ്ങനെ നോക്കാം. അതിൻ്റെ സൊല്യൂഷൻ എന്താ, എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ since dou m by dou y equal to dou n by dou x, the given differential equation is exact ആണ്. So the required solution is integral of m dx അല്ലേ. ഇൻ്റഗ്രൽ ഓവർ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ ടേംസ് ഓഫ് എൻ വിത്തൗട്ട് എക്സ്, അങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇൻ്റഗ്രൽ ഓവർ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ ഡി വൈ ഈക്വൽ ടു സി. അതായത് നമ്മൾ എൻ എടുക്കുമ്പോൾ എന്നിനകത്ത് എന്നെ നമ്മൾ എഴുതിയില്ലേ, എമ്മും എഴുതിയിട്ടുണ്ട് എന്നും എഴുതിയിട്ടുണ്ട്. ആ എന്നിനകത്ത് എക്സിൻ്റെ ടേം ഇല്ലാതെ വൈയുടെ ടേം മാത്രം വരുന്നത്, അല്ലെ വൈ ഒരു കോൺസ്റ്റൻറ്റും ആകാം, പക്ഷേ എക്സിൻ്റെ ടേം വരാത്ത ടേംസുകൾ മാത്രമേ ഇവിടെ എടുക്കാവൂ കേട്ടോ. എന്നിൻ്റെ കൂടെ നമ്മൾ അങ്ങനെയാണ് എൻ എടുക്കുന്നത്. വൈ മാത്രം വരുന്നതോ കോൺസ്റ്റൻറ്റ് മാത്രം വരുന്നതോ എക്സ് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ പക്ഷേ അങ്ങനെയില്ല, എം നമുക്ക് മൊത്തത്തിലെടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ ദാറ്റ് ഈസ് ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഈക്വൽ ടു സി കിട്ടും. വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എം എന്തായിരുന്നു നമ്മുടെ എം വൈ ക്യൂബ് മൈനസ് 3x² വൈ ക്യൂബ് മൈനസ് 3x² വൈ
ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എന്നിനെ നോക്കിക്കേ, ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ്. എക്സ് ഇല്ലാത്ത ടേം ഉണ്ടോ എന്നിന്? ഇല്ല. ഈ ഫസ്റ്റ് ടേമിലും എക്സ് ഉണ്ട്, സെക്കൻഡ് ടേമിലും എക്സ് ഉണ്ട്. സോ നമുക്ക് ഒരു ടേം എടുക്കാൻ ഇവിടെ ഇല്ല. സോ 0 dy ഈക്വൽ ടു സി. ഇനിയും ഇവിടെ വൈ ക്യൂബ് ഡി എക്സ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് ഇവിടെ കോൺസ്റ്റൻറ്റാണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സ് ഒക്കെ ചെയ്യുമ്പോൾ വൈ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് എക്സ് വൈ ക്യൂബ് എന്ന് വരും. ഇത് എക്സ് വൈ ക്യൂബ് മൈനസ് ഇവിടെ എന്ത് വരും? ഇവിടെ ചെയ്യുമ്പം വൈ ഇവിടെ കോൺസ്റ്റൻറ്റാണ്. 3y ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 ഈക്വൽ ടു സി. ഇത് 0 ഇൻ്റഗ്രൽ 0 വരുന്നത് നമുക്ക് കോൺസ്റ്റൻറ്റ് തന്നെയാണ് വരുന്നത്. അതെല്ലാം കൂടെ സി ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ഇനി ഇവിടെ 3 പോയാൽ ബാക്കി എന്ത് വരും? എക്സ് വൈ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് വൈ ഈക്വൽ ടു സി ആണ് റിക്വയർഡ് സൊല്യൂഷൻ. അങ്ങോട്ട് എഴുതാം. എക്സ് വൈ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് വൈ ഈക്വൽ ടു സി ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. മനസ്സിലായോ? എക്സാക്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എക്സാക്റ്റ് ആണ് നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ അല്ലേ റിക്വയർഡ് സൊല്യൂഷൻ അങ്ങനെ വരുന്നത് ഇൻ്റഗ്രൽ ഓവർ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ എൻ ടേംസ് ഓഫ് എൻ നോട്ട് കണ്ടെയ്നിങ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് സാധാരണ നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്ത് സൊല്യൂഷനിലേക്ക് എത്താം. ഇതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ എക്സ് വൈ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് വൈ. എക്സ് വൈ ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് വൈ ഈക്വൽ ടു സി ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. 8th one. Which one of the following is the differential equation of the orthogonal trajectory to the family of curves y equal to cx raised to n, where n is fixed positive integer and c an arbitrary constant? Okay, which one of the following is the differential equation ഓഫ് ദ ഓർത്തോഗണൽ ട്രജക്ടറി അല്ലേ? നമുക്ക് വേണ്ടത് ഫാമിലി ഓഫ് കർവ്സ് വൈ ഈക്വൽ ടു സി എക്സ് റേസ് ടു എൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓർത്തോഗണൽ ട്രജക്ടറിയുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. ഓർത്തോഗണൽ ട്രജക്ടറി കാണാനല്ല ചോദിച്ചിരിക്കുന്നത്. ഓർത്തോഗണൽ ട്രജക്ടറി കാണാനായിരുന്നെങ്കിൽ വിച്ച് ഈസ് ദ വാട്ട് ഈസ് ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് ചോദിച്ചേനെ. ഇവിടെ നമുക്ക് ഓർത്തോഗണൽ ട്രജക്ടറി നമുക്ക് കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫാമിലിയുടെ നമ്മൾ സി എക്സ് റേസ് ടു എൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കുറച്ച് റീപ്ലേസ്മെൻ്റ് ഒക്കെ നടത്തി ഓർത്തോഗണൽ ട്രജക്ടറി കാണുന്നത്. അങ്ങനെ അതിന് മുന്നേ ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ, ഈ ഫാമിലി ഓഫ് കർവ്സിൻ്റെ. ഓക്കെ, അപ്പോൾ എന്താണ് ഓർത്തോഗണൽ ട്രജക്ടറി എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ഓർത്തോഗണൽ ട്രജക്ടറി? ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് പറയുന്നത് ഒരു കർവാണ്. തന്നിരിക്കുന്ന ഫാമിലി ഓഫ് കർവ്സിനെ ഓർത്തോഗണലി അതായത് റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്ത് പോകുന്ന ഒരു കർവ്, അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറി ഓഫ് ദാറ്റ് ഫാമിലി ഓഫ് കർവ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ വൈ ഈക്വൽ ടു സി എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഫാമിലി ഓഫ് കർവ്സ്. അതിനെ കട്ട് ചെയ്ത് പോകുന്ന റൈറ്റ് ആംഗിൾസിൽ കട്ട് ചെയ്ത് പോകുന്ന ഒരു കർവുണ്ട്, അതിനെയാണ് നമ്മൾ ഓർത്തോഗണൽ ട്രജക്ടറി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓർത്തോഗണൽ ട്രജക്ടറി വരെ നമുക്ക് പോകണ്ട കേട്ടോ, അതിന് മുന്നേ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓർത്തോഗണൽ ട്രജക്ടറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ചിലപ്പോൾ ഓർത്തോഗണൽ ട്രജക്ടറി ആയിട്ട് കാണാനായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതേപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ പ്രീവിയസ് ആയിട്ട് തൊട്ട് മുന്നിലത്തെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. വൈ ഈക്വൽ ടു സി എക്സ് റേസ് ടു എൻ വേർ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് സി ഈസ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നമുക്കിത് തന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നമുക്കിത് ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് അല്ലേ വൈ വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു അങ്ങനെ ചെയ്യാം. സി കോൺസ്റ്റൻ്റ് ആണ്. സി ഇൻറ്റു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. എക്സ് റേസ് ടു എന്നെ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്നല്ലേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എലിമിനേറ്റിംഗ് ദ ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. എലിമിനേറ്റിംഗ് ദ ആർബിട്രറി കോൺസ്റ്റൻ്റ് സി. എലിമിനേറ്റിംഗ് ദ കോൺസ്റ്റൻ്റ് സി.
സി എലിമിനേറ്റ് ചെയ്താൽ എന്ത് വരും ഇവിടുന്ന് സി ഈക്വൽ ടു ഇത് ഇങ്ങോട്ടേക്ക് വരും അല്ലേ 1/n x⁻n−1 ഇൻറ്റു dy/dx എന്ന് വരും ആണല്ലോ സി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും അല്ലേ 1/n x⁻n−1 ഇൻറ്റു dy/dx എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയ സി നമ്മൾ എവിടെ കൊടുക്കും ഇവിടെ കൊടുക്കും ഇക്വേഷൻ 1 കൊടുക്കും കേട്ടോ. അപ്പോൾ അതെന്താ വരുന്നത് നോക്കി y ഈക്വൽ ടു സിക്ക് പകരം എന്ത് കൊടുക്കുന്നു 1/n x⁻n−1 ഇൻറ്റു dy/dx. പിന്നെ ഒരു x⁻n ഉണ്ട് ഇവിടെ അല്ലേ x⁻n ഉണ്ട്. ഓക്കെ ഇനി നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് x⁻n ഉം x⁻n−1 കൂടെ നമുക്ക് കട്ട് ചെയ്താൽ എന്ത് വരും x⁻n−1 വരെ ഇവിടെ പോയിട്ട് x വരും. സോ y ഈക്വൽ ടു 1/n ഇൻറ്റു dy/dx ഇൻറ്റു എക്സ് അല്ലേ x⁻n നമുക്ക് എങ്ങനെ എഴുതാം x⁻n−1 ഇൻറ്റു എക്സ് എന്നല്ലേ എഴുതുന്നത്. അപ്പോൾ x⁻n−1 n-1 പോയിട്ട് ബാക്കി എക്സ് വരും. ഇനി ny ഇതിങ്ങോട്ട് കൊണ്ടുവരാം ny ഈക്വൽ ടു എക്സ് ഇൻറ്റു dy/dx അല്ലേ ny ഈക്വൽ ടു എക്സ് ഇൻറ്റു dy. ഇപ്പോൾ ഇത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലായി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ ഈ y' എന്ന് പറയുന്ന dy/dx ആണ് കേട്ടോ അല്ല y'. ഓക്കെ അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ y' ഫോമിൽ എഴുതിയാൽ ഇങ്ങനെ എഴുതി അതായത് എക്സ് y' മൈനസ് ny ഈക്വൽ ടു 0 xy' മൈനസ് ny ഈക്വൽ ടു 0 ഇതാണ് കറക്റ്റ് ആൻസർ. ഇതല്ല പ്ലസ് അല്ല സൈനൊക്കെ ശ്രദ്ധിച്ചോണം. ഇവിടെ പ്ലസ് ny ഉണ്ട് മൈനസ് ny ഉണ്ട്. മൈനസ് ny ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ xy' മൈനസ് ny കൂടെ 0 ആണ് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്ക് ഓർത്തോഗണൽ ട്രജക്ടറി കാണാൻ ഞാൻ ചോദിച്ചിരിക്കുന്നെങ്കിൽ നമുക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ടി വരും. എന്താണ് നമ്മൾ dy/dxന് പകരം മൈനസ് dx/dy ഇട്ടാണ് ഓർത്തോഗണൽ ട്രജക്ടറി കാണുന്നത് അല്ലേ. ഓർത്തോഗണൽ അല്ലേ ഓർത്തോഗണൽ ആകുമ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും ലൈൻസ്. സോ അതിൻ്റെ സ്ലോപ്പുകൾ എന്ന് പറയുന്നത് m1 ഇൻറ്റു m2 -1 ആയിരിക്കും അതൊക്കെ നമുക്കറിയാം. സോ അതുകൊണ്ടാണ് അതങ്ങനെ നമ്മൾ മൈനസ് dx/dy എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്. അതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഇപ്പം ഓർത്തോഗണൽ ട്രജക്ടറി വേണ്ട അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രം കണ്ടാൽ മതി. സോ ഇതാണ് ഫൈനലായിട്ട് ആൻസർ വരുന്നത് xy' മൈനസ് ny ഈക്വൽ ടു 0. ഓക്കെ ആണ് ഫൈനൽ ആൻസർ. ഓക്കെ xy'. അപ്പം ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.